വണ്ണാൻ, കഴുത, നായ. പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു വണ്ണാൻ ജീവിച്ചിരുന്നു. അവന്റെ പക്കൽ ഒരു കഴുതയും ഒരു നായും ഉണ്ടായിരുന്നു. ആ കഴുത വണ്ണാന്റെ ചുമടുകളെല്ലാം ചുമന്നിരുന്നു. ആ നായ വണ്ണാന്റെ വീടിന് കാവലായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വണ്ണാന്റെ വീടിനുള്ളിലേക്ക് ഒരു കള്ളൻ കയറി. ഇത് ശ്രദ്ധിച്ച കഴുത നായയുടെ അടുത്തേക്ക് പോയി, "നീ ആ കള്ളനെ കണ്ട് എന്താ കൊരയ്ക്കാഞ്ഞത്?" എന്ന് അതിശയത്തോടെ ചോദിച്ചു. അതിന് ആ നായ കഴുതയോട്, "ഈയിടെയായിട്ട് നമ്മുടെ യജമാനൻ നമ്മളെ ശ്രദ്ധിക്കാറേ ഇല്ല. മാത്രമല്ല എനിക്ക് ശരിക്കും ഭക്ഷണം പോലും തരാറില്ല. അങ്ങനെയുള്ളപ്പോ ഞാനെന്തിനു ഇതൊക്കെ ശ്രദ്ധിക്കണം? ഞാനെന്തിനു കൊരയ്ക്കണം?" എന്ന് ഒരു കൂസലുമില്ലാതെ ഉത്തരം പറഞ്ഞു. അപ്പൊ കഴുത, "മിത്രമേ, നമ്മൾ തർക്കിക്കേണ്ട സമയമല്ലിത്. ഇതുപോലെയുള്ള അവസരത്തിൽ നമ്മൾ നമ്മുടെ യജമാനന് വിശ്വസ്തരായിരിക്കണം" എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടും കഴുത പറഞ്ഞത് കേൾക്കാതെ നായ കുരയ്ക്കാതെ മിണ്ടാതെ ഇരുന്നു. അപ്പോ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കഴുത തന്റെ യജമാനനെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അത് സ്വയം ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. കഴുതയുടെ ശബ്ദം കേട്ട ആ കള്ളൻ ഓടിപ്പോയി. വണ്ണാന്റെ വീട്ടിലുള്ള എല്ലാവരും ഉണർന്നിരുന്നു. വണ്ണാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കാര്യവും ഇല്ലാതെ തന്റെ ഉറക്കം നശിപ്പിച്ചതിൽ ദേഷ്യപ്പെട്ട് വലിയൊരു കമ്പെടുത്ത് ആ കഴുതയെ പൊതിരെ തല്ലി. അപ്പോഴാണ് കഴുതയ്ക്ക് മനസ്സിലായത്, നീതി അവരവരുടെ ജോലി അവരവർ തന്നെ ചെയ്യണം. Hi kids! Hope you liked the video. Subscribe for more videos. Visit us in Facebook and Twitter.